ഹലോ, എല്ലാവർക്കും എന്താ പറയാ സുഖാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി എന്ന് എനിക്ക് എന്താ പറയാ പേഴ്സണലി മനസ്സിലായി. ഞാൻ ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് വായിക്കുന്ന ഇപ്പോൾ ഒരു സാഹചര്യത്തിലല്ല, ഞാനൊന്ന് പുറത്തു വന്നേക്കാണ്. ഞാൻ കുറേ മെസ്സേജ് വായിച്ചതിൽ എനിക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒന്നൊന്നായിട്ട് മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം എനിക്കെങ്ങനെയാണ് കോള് വന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ നോർമലി ഉള്ളതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാതിരുന്നാണ്. നമ്മൾക്ക് അവരുടെ ഒരു പ്രൈവസി ഇഷ്യൂ ഉള്ളത് കൊണ്ട് എൻ്റെ കോൺടാക്ട് ഓൾറെഡി പുള്ളിയുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അതിൽ ഹെൽപ്പ് ചെയ്ത ആള് എനിക്ക് സ്പെഷ്യലി താങ്ക് യു പറയണം. നമ്മുടെ ദിയാസന ചേച്ചിയാണ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത്, ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മുമ്മയുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പം ചേച്ചിക്ക് വളരെയധികം എന്താ പറയുക ഒരു നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത് ഞാനിതുപോലെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഇതുപോലെ കോള് വന്നത്. അപ്പോൾ ഫസ്റ്റ് കോള് വന്നപ്പോൾ ഇങ്ങനെ ആരാ എന്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഷോക്കായി. അത് ആദ്യം പ്രാങ്ക് കോൾ ആണോ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്പറായിട്ടാണ് വന്നത്. പിന്നെ അമ്മൂമ്മേനെ വീഡിയോ കോൾ വിളിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. കാരണം ഞാൻ ജോലി കഴിഞ്ഞ ഒരു ഈവനിങ് എൻ്റെ ജോലി തീരാൻ പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കോൾ വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമുള്ളതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. മെയിനായിട്ടൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് വീഡിയോ കോളിൽ സംസാരിക്കുമ്പം കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ അവർ പറയുന്നതൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാത്രം ഒരു പ്രശ്നം. പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ആൾ കുറച്ച് പാനിക് ആവും. നോർമലി എൻ്റെ കൂടെ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരിക്കലും. എല്ലാം എന്താ പറയുക കേൾക്കാൻ പറ്റില്ല ശരിക്കും. എന്തായാലും അമ്മൂമ്മയ്ക്കും വളരെ സന്തോഷം. അമ്മൂമ്മ എപ്പോഴും വിചാരിക്കുന്നത് എന്താ പറയുക, ലാൽ സാറ് വരും എന്ന് പറഞ്ഞത് ഭക്ഷണം കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇനി എന്ത് കൊടുക്കും എന്ന് അവിടെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും അമ്മൂമ്മയുടെ ആഗ്രഹം പോലെ എനിക്കതിൽ ഒരു നിമിത്തമാകാൻ പറ്റി. ഞാൻ അമ്മൂമ്മയ്ക്ക് വാക്ക് കൊടുത്തൊരു കാര്യം എനിക്ക് നടത്താൻ പറ്റിയതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. ആസ് എ ഗ്രാൻഡ് ചൈൽഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് പിന്നെ അത് നടത്തി തന്ന എല്ലാ ആൾക്കാരോടും, ലാൽ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഐ വാച്ച്ഡ് യുവർ വീഡിയോസ് എന്നോട് പറഞ്ഞു. പിന്നെ അതിൽ ഒരുപാട് മെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു സാറിന് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് എന്തായാലും ചെയ്ത ആൾക്കാർക്കും നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് നന്ദി. എന്താ പറയുക, ശരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. കാരണം എല്ലാവരും കൂടി ഇത് നടത്തിയെന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സോ താങ്ക് യു ഓൾ. പിന്നെ അമ്മൂമ്മയും വളരെ സന്തോഷത്തിലാണ്. പിന്നെ അമ്മൂമ്മയ്ക്ക് സംസാരിക്കാൻ ശരിക്കും പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും ലാൽ സാറിൻ്റെ തിരക്കിനിടയ്ക്ക് എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ, സാർ ഇന്നലെ വെളുപ്പിനെ 3:45 വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജെറ്റ് ലാഗ് പോലും മാറിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇമ്മീഡിയറ്റ്ലി അമ്മൂമ്മേനെ വിളിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു എന്താ പറയുക സ്നേഹം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അത് അത്ര ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു റെസ്പോൺസ് തന്നത്. സാറിന് എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് നന്ദി. സാറിന് ദൃശ്യം 3ക്ക് എല്ലാ വിഷസും എല്ലാ മൂവീസും സാറിൻ്റെ എന്താ പറയുക മനസ്സ് പോലെ തന്നെ നന്നായി വരട്ടെ. എല്ലാ മൂവിയും നല്ലതാകും, പക്ഷെ എങ്കിലും ഞങ്ങളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് വളരെയധികം നന്ദിയുണ്ട് ലാലേട്ട. വിളിച്ചതിലും അമ്മൂമ്മയോട് സംസാരിച്ചതിലും പിന്നെ വീഡിയോസൊക്കെ കാണുന്നതിലും ഒരുപാട് സ്നേഹം, മനസ്സിൽ നിന്ന് നന്ദി.